കാലാതീതമായ ഭൂതകാലത്തിൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയായപ്പോൾ വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം അരങ്ങേറി സമുദ്രമന്ഥനം. ഇന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരും ബാലിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാരും അമൃതത്വത്തിന്റെ അമൃത് തേടി. അത് ലഭിക്കാൻ അവർ മന്ദാരപർവ്വതത്തെ ചുഴലിക്കാറ്റായി ഉപയോഗിച്ചും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ച് പ്രപഞ്ച മഹാസമുദ്രം ചുരുട്ടി. എന്നിരുന്നാലും ദിവ്യ അമൃത് പുറത്തുവരുന്നതിനു മുമ്പ് സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് ഭയാനകമായ എന്തോ ഒന്ന് ഉയർന്നു. അമൃതിനു മുമ്പ് സമുദ്രം ആദ്യം പുറപ്പെടുവിച്ചത് ഹലാഹലയാണ്. അത് എല്ലാ സൃഷ്ടികളെയും നശിപ്പിക്കാൻ കഴിയുന്നത്ര വീര്യമുള്ള ഒരു വിഷം. അത് അതിവേഗം പടർന്നു. നിരാശയോടെ ദേവന്മാർ അത്തരം വിനാശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരേയൊരു ശക്തിയിലേക്ക് തിരിഞ്ഞു. മഹാദേവൻ പരമശിവൻ. എല്ലാ അസ്തിത്വങ്ങളോടും അനുകമ്പയാൽ പ്രേരിതനായ ശിവൻ പരമമായ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മടിയും കൂടാതെ ശിവൻ വിഷം കൈകളിൽ എടുത്തു കുടിച്ചു. പക്ഷേ ശിവൻ അത് വിഴുങ്ങിയില്ലങ്ങനെ ചെയ്താൽ ഉള്ളിൽ പൊള്ളലേൽക്കുമെന്നറിഞ്ഞ് ശിവൻ അത് തൊണ്ടയിൽ പിടിച്ചു. വിഷം ശിവൻ തൊണ്ടയിൽ കുടിയേറിയപ്പോൾ ശിവന്റെ ചർമ്മം കടും നീലയായി മാറി നീലകണ്ഠൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. വിഷം കൂടുതൽ പടരാതിരിക്കാൻ അവന്റെ ദിവ്യപത്നിയായ പാർവതി അവന്റെ തൊണ്ടയിൽ അമർത്തി. ഈ നിസ്വാർത്ഥ പ്രവൃത്തിയിലൂടെ ശിവൻ എല്ലാ അസ്തിത്വത്തെയും രക്ഷിച്ചു. താൻ കേവലം സംഹാരകൻ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥയുടെ സംരക്ഷകനുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു.